ഞാൻ ഈയിടെ ഒരാൾ വീട്ടിൽ ഡെലിവറി ആയ ഒരാൾ വാർത്തയിൽ പറഞ്ഞത് ഇത് കേട്ടു, ബ്ലീഡിങ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പാനിക് ആയില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. നോ, അമിതമായ രക്തസ്രാവം ഉണ്ടെങ്കിൽ അതിപ്പോൾ പഠിച്ച ഡോക്ടറാണെങ്കിലും ആ സമയത്ത് പാനിക് ആവും. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ. ഹോസ്പിറ്റൽ ഡെലിവറി പ്രിഫർ ചെയ്യുക, എപ്പോഴും ബ്ലഡ് അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, പലരും എൻ്റെ അടുത്ത് വന്ന റീസൺ പറയുന്നത് അയൺ ഗുളിക കഴിക്കാറുണ്ടോ? ഇല്ല. രക്തക്കുറവുണ്ട്, എന്തുകൊണ്ട് വരുന്നു? അയൺ ഗുളിക കഴിക്കാറില്ല, എനിക്ക് ഛർദിയാണ്, അതുകൊണ്ട് കഴിക്കാൻ പറ്റാറില്ല, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ മണം ഇഷ്ടപ്പെടുന്നില്ല. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവൻ റിസ്ക് ചെയ്യുന്ന അത്രത്തോളം ഒരു ഗുളികയുടെ സ്മെല്ലോ അല്ലെങ്കിൽ ഒരു ഗുളിക കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വൊമിറ്റിങ്ങോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ? ഇല്ല. അപ്പം നമ്മുടെ കുഞ്ഞിന് ഇന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആ സാധനം ചെയ്യാനും കഴിക്കാനും ഒക്കെ നോക്കും. നമുക്ക് നോർമൽ ഡെലിവറി ആവും എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ സ്റ്റെപ്സ് കയറി ഇറങ്ങും, നമ്മൾ നടക്കും, നമ്മൾ എക്സസൈസ് ചെയ്യും. അതുപോലെ തന്നെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ്, അല്ലെങ്കിൽ ജീവൻ സേഫാക്കി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡെയിലി അയൺ ഗുളിക കഴിക്കുക എന്നുള്ളത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഈ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളുടെ ജീവൻ നിങ്ങൾ തന്നെ റിസ്കിലാക്കാതിരിക്കുക. കുഴിയിൽ ചാടിയിട്ട് പിന്നെ അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണോ, നമ്മളാണ് കാരണക്കാരെന്ന് തപ്പി നടക്കാൻ നമുക്ക് സമയമില്ല. ആ സമയത്ത് നമുക്ക് നിങ്ങളെ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ചിലപ്പോൾ നിങ്ങളുടെ യൂട്രസ് എടുത്ത് മാറ്റിയിട്ടാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് വന്നേക്കാം. അപ്പം നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് BP ഉള്ളവർ എത്രയും സേഫായിട്ടിരിക്കുക, രക്തക്കുറവുള്ളവർ കറക്റ്റ് ചെയ്യുക, എപ്പോഴും ഹോസ്പിറ്റൽ ഡെലിവറി പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്.